കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുടുംബത്തിനുള്ളിൽ ആശയവിനിമയം കുറയുമ്പോഴാ മക്കൾ റെയിൽവേ ട്രാക്കിലേക്കും കായലിലേക്കും ഒക്കെ ഇറങ്ങി പോകുന്നത്. ശ്രീരഞ്ജിനി, അച്ഛൻ ഇട്ടിട്ട് പോകുമ്പോ പറക്കം മുറ്റിയിട്ടില്ല എന്റെ 3 മക്കൾക്കും. അതിനെ ഓരോന്നിനെ ഓരോ വഴിക്ക് എത്തിക്കാൻ വേണ്ടിട്ടാ ഇത്രയും കാലം ശാരദ നാട്ടുകാരുടെ ഗ്ലാസ് കഴുകിയതും ഇച്ചിലേല എടുത്തതും ഒക്കെ. പകല് നോക്കാതെ അടുക്കളയിൽ തീ ഊതുമ്പോ കരി പിടിക്കുന്നത് കാര്യമാക്കിയിട്ടില്ല. നാട്ടുകാർക്ക് നിറച്ചു വിളമ്പുമ്പോഴും 3 മക്കൾക്കും വീതം വച്ചിട്ട് ഒരു വറ്റ് കഴിക്കാനില്ലാതെ പച്ചവെള്ളം കുടിച്ചിട്ട് മുണ്ട് മുറുക്കി ഉടുത്ത് കിടന്നിട്ടുണ്ട് ശാരദ. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ചിന്ത, എന്റെ മക്കള് നാളെ ഒരു കരയെത്തണം. അതിനു വേണ്ടിയിട്ട് പണിയെടുത്ത് നടു ഒടിഞ്ഞാലും പട്ടിണി കിടന്നാലും സാരമില്ല. അങ്ങനെ ഞാൻ വളർത്തിയത് റെയിൽവേ ട്രാക്കിൽ ചിതറി തീരാൻ വേണ്ടിയിട്ടാണോടി? ഇനി ചാവാൻ തോന്നുന്ന നേരത്തെ ഞങ്ങള് രണ്ടാളെയും കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കോണു നീ. മക്കൾ ഒന്നിന് എന്തേലും സംഭവിച്ചിട്ട് പിന്നെ ജീവനോട് ഉണ്ടാവില്ല ഈ ശാരദ. എന്നോട് പൊറുക്കമ്മ. അപ്പോഴത്തെ ഒരു വിഷമത്തില് ഒരു പൊട്ടത്തരം തോന്നിയതാ എനിക്ക്. ഇനി ആവർത്തിക്കില്ല ഞാൻ. എന്നാലും മോളെ നീ. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ, വല്ലാതെ ടയർഡായേ. വലിയ ഉപകാരം ഇവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന്. നാടിന്റെ മൊത്തം അമ്മയായ ശാരദാമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞാൻ? കേസെടുക്കേണ്ട വകുപ്പാ. റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ ആണെന്ന് മറക്കണ്ട. ഞാൻ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടത് കൊണ്ടാ അവര് കേസ് ഒഴിവാക്കിയത്. ഇനി മേലിൽ ഇത്തരം സാഹസത്തിനൊന്നും മുതിർന്നേക്കരുത്. പോട്ടെ ശാരദാമ്മേ. ശരി മോളെ. എന്നെ കുറിച്ചെങ്കിലും ഒരു നിമിഷം ആലോചിക്കായിരുന്നു. മോനെ, അവളെ ഇനി സങ്കടപ്പെടുത്തണ്ട. പറഞ്ഞില്ലേ, ഇതിന് അത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളൂ. സാറ് വേണം എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. എന്റെ അമ്മാവനൊക്കെ ഇപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങി. പണത്തിന് വേണ്ടി എന്തും ചെയ്യും അവര്. എനിക്കിപ്പോ അവരെ ഉപേക്ഷിക്കാൻ വയ്യ. അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ തിരിഞ്ഞു നോക്കാതെ അവനൊരു പെണ്ണിനൊപ്പം ഇറങ്ങിപ്പോയെന്ന് മറ്റുള്ളവർ പറയും. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരിക്കലും ഞങ്ങൾ പറയില്ല. അമ്മ കാട്ടുന്ന ചിലതൊക്കെ അഭിനയാണെന്ന് എനിക്ക് പിടികിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ അറുത്തുമുറിച്ചൊരു തീരുമാനം എടുത്തിട്ട് അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പശ്ചാത്താപം ഈ ജന്മം തീരില്ല എനിക്ക്. വേണ്ട മോനെ,
അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യരുത്. അറിയാതെയാണെങ്കിലും ആ കണ്ണീര് നിലത്ത് വീണ ആ ശാപം തീർക്കാൻ ഒരു ജന്മം മതിയാവില്ല. വിജയലക്ഷ്മിക്കുള്ള കടം വീട്ടാൻ ഞാൻ തന്നെ ഒരു വഴി ആലോചിക്കുന്നുണ്ട്. ഞാൻ അമ്മാവനെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അതിനെനിക്ക് കുറച്ച് ദിവസം സാവകാശം വേണം. ഇയാളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പിരിഞ്ഞു നിൽക്കുക ഇയാളെ പോലെ തന്നെ വിഷമമുണ്ട് എനിക്ക്. അതുകൊണ്ടാ ഇയാളെ എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ കയറ്റാൻ ഞാൻ നോക്കിയത്. അതിങ്ങനെയായി. എല്ലാ തടസ്സങ്ങളും നീക്കി ഞാൻ ഉടനെ വരും. കാത്തിരിക്കണം. ഞാനത്ര മണ്ടിയൊന്നുമല്ല കൃഷ്ണൻ കുടിച്ചേട്ടാ. അവൻ കാണിച്ച വേഷം കെട്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശാരദയ്ക്ക് അവൻ കടമായി കൊടുത്തെന്ന് പറയുന്ന കാശ് അത് വസൂലാക്കണമെന്നും പറഞ്ഞൊരു ഹോം നേഴ്സ്. അതല്ല അവൻ നമ്മളെ പറ്റിച്ചാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. നമ്മൾ രണ്ടാളും ഈ ഗതിയായി. പരസഹായം ഇല്ലാതെ പറ്റില്ലല്ലോ വിജയ്. ആ എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല കൃഷ്ണൻ കുടിച്ചേട്ടാ. ഹലോ വിജയലക്ഷ്മി, ഞാൻ രാജേശ്വരിയാ. ആ മനസ്സിലായി. നിങ്ങൾ വീട്ടിലല്ലേ ഇപ്പോ? അതെ, കൃഷ്ണൻകുടി ചേട്ടനും ഞാനും കൂടി. എല്ലാം ഞാൻ അറിഞ്ഞു. വിജയലക്ഷ്മിക്ക് ഹാർട്ട് അറ്റാക്ക് ആയതും അതിനൊപ്പം ആ ശാരിക ഹോം നഴ്സിന്റെ വേഷത്തിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ കേറി പറ്റിയതും ഒക്കെ. വിജയലക്ഷ്മി, ഇതെല്ലാം ആ ശാലിനിയുടെ നാടകം. സത്യഭാമയുടെ വീട്ടിൽ അവള് കേറി പറ്റിയതുപോലെ 10 പൈസ ചെലവില്ലാതെ അവളുടെ ചേച്ചിയെയും നിങ്ങളുടെ വീട്ടിൽ തിരികെ കയറ്റിയുള്ള നാടകം. ഞങ്ങളെല്ലാം മനസ്സിലാക്കി രാജേശ്വരി. പക്ഷേ ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട്. എന്ത് നിവൃത്തികേടാ വിജയലക്ഷ്മി? വയ്യാതിരിക്കുന്നയാളെ നോക്കാൻ ഹോം നഴ്സ് തന്നെ വേണമെന്നുണ്ടോ? അത് നിങ്ങളുടെ മരുമകളായിക്കൂടെ, രാജീവിന്റെ ഭാര്യ? ഇക്കണക്കിന് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടാ. ഹോം നഴ്സായി തന്നെ അവളിപ്പോ വന്നില്ലേ? ആ ശ്രീകരം, ശാരദയുടെ മകള് ശാരിക. ഞാൻ എന്ത് ചെയ്യണമെന്നാ രാജേശ്വരി പറയുന്നത്? അവളുടെ പിടിയിന്ന് എന്റെ രാജീവ്മോനെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. വിജയലക്ഷ്മി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രകാശ് അസോസിയേറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ അറിയപ്പെടുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. CEO പ്രകാശ് മേനോൻ. അയാളുടെ ഒരേ ഒരു മകൾ, അതും ഡോക്ടർ നീരജ പ്രകാശ്. ഇട്ട് മൂടാനുള്ള സ്വർണവും പണവും. ആ കുട്ടിയെ അങ്ങോട്ട് വേണോന്നുണ്ടോ വിജയലക്ഷ്മിക്ക്? ഇത് നടപ്പുള്ള കാര്യമാണോ രാജേശ്വരി? രാജേശ്വരി വെറും വാക്ക് പറയാറില്ല വിജയലക്ഷ്മി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ ആ മുറ്റത്തുണ്ടാവും പ്രകാശ് മേനോനും കുടുംബവും. താല്പര്യമുണ്ട് രാജേശ്വരി, താല്പര്യമുണ്ട്. ഈ ഒരൊറ്റ വാക്ക് മതി എനിക്ക്. എന്നാ വെച്ചോ. സന്തോഷം രാജേശ്വരി. നിന്റെ വീട്ടിൽ ഒരു പെണ്ണിനു കൂടി ഇനി താലിഭാഗ്യം ഇല്ല ശാരദ. ആ കണ്ണീരും കൂടി കുടിച്ച് ചാവണം നീ.
ഒരുത്തൻ വന്നിട്ടുണ്ടല്ലോ, അവനെ ഇങ്ങ് വിളിക്കേ. ചെറുക്ക ഇങ്ങ് വാ. മൊബൈലിൽ പാട്ട് കേൾക്കാനും തൂണും ചാരി ഇരിക്കാനും ഒന്നും അല്ല ഇവിടെ വരുന്നത്. ലോഡ് വന്നാ ഇറക്കണം, അതാ നിന്റെ പണി. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഏട്ടാ. നീ ഒന്നും ചെയ്തില്ല, അതാ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞാ മതി എന്താ ചെയ്യണ്ടേ. ആ എന്നാ ഈ ചാക്കെടുത്തോ. നിനക്ക് ഇതിനു മുമ്പേ ഇതുവല്ലം പരിചയമുണ്ടോ? ഇല്ല. ആ എന്നാ ഇപ്പൊ പരിചയം ആയിക്കോളും. ദാ ഇതങ്ങ് പിടിച്ചോ. എന്താണ് അവന്റെ അടുത്തൊരു ചൊറിച്ചില്? ഒരു മുതലാളിയുടെ മട്ടും ഭാവം അല്ലേടാ അവന്. എനിക്കത് അങ്ങോട്ട് പിടിച്ചില്ല. പാവം, ആദ്യമായിട്ടാ ചോടെടുക്കണേന്ന് തോന്നുന്നു. കണ്ടില്ലേ? അണ്ണാ അത് കണ്ടോ? അവൻ നമ്മൾ വിചാരിച്ച കക്ഷിയല്ല കേട്ടോ. ശാലിനി മാം, മാമിന്റെ പുതിയ ഫോണാ. $50,000+ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ അത്രയുണ്ട്. കൊള്ളാം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. താങ്ക്സ് സുസ്മിത. എന്താ? അല്ല, നീ എനിക്കൊരു പുതുപുത്തൻ ഫോൺ സമ്മാനിച്ചതിന് നിന്നോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും സുസ്മിതേ. അത് മാമിന്റെ ഫോൺ ഞാൻ പൊട്ടിച്ചതുകൊണ്ടല്ലേ? നീ അത് പൊട്ടിച്ചു കളയാനുണ്ടായ സാഹചര്യം എന്താ? എന്നെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലാൻ നീ മുരുകേശനുമായി സംസാരിക്കുന്ന വീഡിയോ ആ ഫോണിലുണ്ടെന്ന് സംശയിച്ചു അല്ലേ? അതെ. പക്ഷേ എന്നാ നീ കേട്ടോ, അങ്ങനൊരു വീഡിയോയേ ഇല്ല. അതെ സുസ്മിത, നീ പറഞ്ഞില്ലേ ഒരു ഓഞ്ഞ ഫോൺ, ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ എന്നൊക്കെ. എന്റേതൊരു പാവപ്പെട്ട ഫോണായിരുന്നു. വീഡിയോ ക്വാളിറ്റി ഒക്കെ ശോകം. അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഡിസ്പ്ലേ പോലും നേരെ ചൊവ്വയില്ലാത്ത അതിലെങ്ങനെ വീഡിയോ എടുക്കാനാ? നീ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടോം ആൻഡ് ജെറി ഡ്രാമയില്ലേ, അതൊന്നും അല്ലെന്ന് അറിയിക്കാനാ ഞാൻ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. നീയല്ല, ഞാൻ തന്നെയാ ഈ വീടിന്റെ ഉടയോളെന്ന് അറിയിക്കാൻ. ഇല്ലാത്ത വീഡിയോയുടെ കഥ പറഞ്ഞ് എനിക്ക് നിന്നെ വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം. ഞാനത് ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ നിനക്ക്? നിന്നെ എനിക്കിവിടെ ഈ വീട്ടിൽ തന്നെ വേണം. സത്യാമ്മയാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന. എന്റെ ഭർത്താവിനിവിടെ അവകാശ അധികാരങ്ങളൊന്നുമില്ലാന്ന് സത്യാമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അവിടെ നിന്ന് നീ പുറത്തു പോകണമെങ്കിൽ സത്യാമ്മ തന്നെ കൽപ്പിക്കണം. പക്ഷേ
നിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞയക്കാൻ പോകുന്നില്ല സുസ്മിത. നീ എനിക്കും എന്റെ വീട്ടുകാർക്കും ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയിച്ചിട്ടേ നിനക്കൊരു പടിയിറക്കമുള്ളൂ. നമുക്ക് കാണാടി. ഈ സുസ്മിതയാ എനിക്ക് വേണ്ടത്. തരപ്പടിക്കൊപ്പം നിൽക്കാൻ തൊണ്ടലുള്ള പെണ്ണിന്. പക്ഷേ തോറ്റുപോകും നീ. വിഷപ്പല്ലിളക്കിയിട്ടെ ഇവിടെ നിന്ന് നിന്നെ ഞാൻ പറഞ്ഞു വിടൂ സുസ്മിത. എന്താടാ പുല്ല് നീ കരുതിയത്? എന്നെ പറ്റിച്ചിട്ടങ്ങ് കടന്നു കളയാന്നോ? ഇല്ല വിശ്വാസനെ, അങ്ങനെയൊന്നുമില്ല. കാശിന് കുറച്ച് ടൈറ്റ് വന്നുകൊണ്ട്. ഈ ടൈറ്റ് ഒന്നും ഫാമിലി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യ ടൂറിൽ കണ്ടില്ലല്ലോടാ. അത് ഞാൻ പൊന്നാര മോനെ, സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നവരാടാ ഞങ്ങളും. നീ ഇങ്ങനെ ഒരു വിക്ടറി സൈനൊക്കെ കാണിച്ചിട്ടാണല്ലോ മൈസൂർ പാലസിന് മുമ്പിൽ നിന്നത്. അത് സത്യഭാമയെ വഹിപ്പിച്ചു എന്നുള്ള വി ആവണ്ട. കാശിടാം. എടുക്കാശനെ. പിന്നെ ഞാൻ കാശ് തന്നില്ലേ, പിന്നെന്തിനാ? ഇതൊരു ഓർമ്മപ്പെടുത്തല. കബളിപ്പിക്കാൻ നോക്കുമ്പോ ഓർമ്മയുണ്ടാവണം ആരെയാണെന്ന്. സത്യഭാമയുടെ മകൻ വിഷ്ണു. ഈശ്വര, എന്തോ ആപത്തിന്റെ സൂചനയാണല്ലോ. ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ച് 1000 രൂപയെങ്കിലും ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊട്ടില്ല ഞാൻ.